എല്ലാവർക്കും നിർമ്മലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫാലുദയാണ്. ഫാലുദ 3 ടൈപ്പിലെ ഫാലുദയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഫാലുദയാണ്. ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയതും ഒക്കെയാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് ചൂട് സമയത്ത് കുടിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇത് എപ്പോൾ ഏത് സമയത്തായാലും എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മളിതൊക്കെ ഇത് ഫ്രൂട്ട്സിൻ്റെ ഫാലുദയൊക്കെ 250-300 രൂപ വിലയാവും കടയിൽ പോയി വാങ്ങിച്ച് കുടിക്കുമ്പോൾ. അപ്പം നമുക്കിത് സ്വന്തമായിട്ട് ഇത്രയും സാധനം ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിത് എന്തൊക്കെ എടുത്ത് വെച്ചേക്കെന്ന് നോക്കാം. ഞാൻ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ മാംഗോ ഉണ്ടല്ലോ, ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, മാംഗോ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പിത്തയാണ്, ഓമയ്ക്ക പഴുത്താണ്, ഭയങ്കര മധുരമുള്ള ഓമയ്ക്കാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാതള നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിവിടെ റെഡ് കളർ ഇപ്പം കിട്ടുന്നില്ല, അപ്പം ഞാൻ ഈ കളർ കിട്ടിയതാണ് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് കാജു വേണം, പറങ്ങാണ്ടി വേണം. പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ്, ഇത് കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ ചോക്ലേറ്റ് പൊടിച്ചിട്ടാലും മതി. പിന്നെ കുറച്ച് ബദാം വേണം. പിന്നെ കപ്പലണ്ടി കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. പിസ്ത എന്താണ്ടോ, പിസ്ത ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ടി കുറച്ച് എടുത്തിട്ടുണ്ട്, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് വേണ്ടത്. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് ചെയ്യുന്ന മഞ്ചിൻ്റെ ചോക്ലേറ്റ് പൊടിച്ച് ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച്. നല്ല ടേസ്റ്റാണ്. അത് ഞാൻ സ്വന്തമായിട്ട് ഇതിനകത്ത് എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം. പിന്നെ കുറച്ച് സേമിയ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പാലിനകത്ത് വേവിക്കരുത്. ഇത് നിങ്ങൾ കുറച്ച് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് വേവിക്കണം. വേവിച്ചതിന് ശേഷം ഇത് വെന്ത ഉടനെ നിങ്ങളിത് എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഊറ്റിയെടുത്തിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. അന്നേരം ഇങ്ങനെ കിട്ടത്തുള്ളൂ. അതല്ല പാലി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കട്ടിയായിട്ടിരിക്കും. ഇതിങ്ങനെ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. അതിനകത്ത് പിന്നെ ഇച്ചിരി പഞ്ചസാര പൊടിച്ചത് ചേർത്താൽ മതി. പിന്നെ ഇത് കസ്റ്റേർഡ് പൗഡറാണ്. ഇത് പാലിനകത്ത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റേർഡ് മിൽക്ക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന കസ്റ്റേർഡ് മിൽക്ക് വാങ്ങിക്കാൻ കിട്ടും. 2 സ്പൂൺ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ കസ്റ്റേർഡ് പൗഡർ എന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെ, കണ്ടോ, ഇങ്ങനെ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചാൽ മതി, ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിങ്ങനെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, നിങ്ങൾ ഇത് ഞാൻ ഇച്ചിരി കട്ടിയിൽ എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം, ഒരു ഗ്ലാസ് 1 2 നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ പാലെടുത്തിട്ട് അതിനകത്തോട്ട് ഇത് 2 സ്പൂൺ ഇടാം. ചൂട് പാലിലിടല്ലേ, പച്ച പാലിനകത്ത് ഇട്ട് തണുത്ത പാലിനകത്തോട്ട് ഇട്ടിട്ട് കലക്കിയതിന് ശേഷം ഇത് കുറുക്കിയെടുക്കണം. അടുപ്പിൽ വെക്കുമ്പോൾ അതൊന്നും ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് കുറുകി വരും. അത് എടുത്തതിന് ശേഷം ഇത് മധുരം ഉള്ളത് വരും. ഇത് വന്നിട്ട് മധുരം ഉണ്ടായിരുന്നു, എന്നോട് പഞ്ചസാര ചേർക്കേണ്ടി വന്നില്ല. നോക്കണം, മധുരം ഇല്ലാത്തതും വരുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ്. പിന്നെ ഞാൻ 1 കവർ പാല് തിളപ്പിച്ച് കട്ടിയിലാക്കി ഇങ്ങനെ കട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 1 കവർ പാലാണ്, ഇതിനകത്ത് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചാണ്. പിന്നെ ഇതിനകത്തെല്ലാം നിങ്ങൾ പഞ്ചസാര ചേർക്കുമ്പോൾ ബാലൻസ് ചെയ്ത് വേണം ചേർക്കാൻ. എല്ലാത്തിനും കുറേ പഞ്ചസാര വാരിയിടാൻ പാടില്ല. വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓവർ മധുരമായിപ്പോകും. ഇത്രയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണം ചോക്ലേറ്റ് സിറപ്പ് വേണം. അതും ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് കസ്കസ് ആണ്. ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇത് ഞാൻ ഏറെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിനകത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നല്ലതാണ്, ഇത് സാധനം നല്ലതാണ് കഴിക്കുന്നത്. ചൂട് സമയത്തൊക്കെ കഴിക്കുന്ന ലേഡീസിന് ഏറ്റവും നല്ലൊരു ഇതാണ്. ശരീരത്തിൽ ചൂട് കുറയ്ക്കാൻ നല്ലത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കടകളിലൊക്കെ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാൻ കയറുമ്പോൾ കിട്ടില്ല ഇങ്ങനെ കസ്കസ്, അതാ സംഭവം. ഇത്രയാണ്. പിന്നെ ഞാനിവിടെ എല്ലാവരും ഇതിന് സ്ട്രോബെറിയുടെ ജെല്ല് വരുന്നുണ്ട്, അതാണ് എല്ലാവരും ചേർക്കുന്നത്. പക്ഷേ ഞാനിവിടെ മേടിച്ചേക്കുന്നത് ഇത് മിക്സ്ഡ് ഫ്രൂട്ട്സ് ജാമാണ് മേടിച്ചേക്കുന്നത്. ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ജാമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടം അതാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റോസ് സിറപ്പാണ്. ഇത് നോക്കാം, ഇത് വേണം. ഇത് റോസ് സിറപ്പാണ്. ഇതിങ്ങനെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും, കണ്ടല്ലോ. ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാനിവിടെ അമൂലിൻ്റെ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ഡിഷിനകത്ത് പറഞ്ഞിരുന്നില്ലേ, നമ്മൾ പാലിൻ്റെ പാട എടുത്തിട്ട് അടിച്ചെടുത്താൽ മതി, ക്രീം വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നെൻ്റെ ഈ പാലിൻ്റെ പാട തീർന്നായിരുന്നു. അപ്പോൾ ഞാനിന്ന് മേടിച്ച സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ക്രീമാണിത്. ഇത് വേണം, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ്. ഇതെല്ലാം കണ്ടല്ലോ ഇപ്പം. അപ്പം നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിതിപ്പോൾ ഇന്ന് വേവിച്ച് വെച്ചിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒത്തിരി ലെന്തായിപ്പോൾ. ഇതെല്ലാം വേവിച്ച് പിന്നെ ഇത് തണുപ്പിച്ചെടുക്കണ്ടേ. ഇതിപ്പോൾ എല്ലാം ഞാൻ തണുപ്പിച്ച് വെച്ച സാധനങ്ങളാണ്. അപ്പം നമുക്ക് പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഫ്രൂട്ട്സ് ഉള്ളതിനും ഇതുണ്ടാക്കാം, ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും ഉണ്ടാക്കാം ഇത്.
ഇത് ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ശരി എന്നാൽ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ ഏറ്റവും മെയിൻ സാധനമാണ് ഇത്, ഐസ്ക്രീം. അതെല്ലാവർക്കും അറിയാമല്ലോ. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നാൽ മറന്നുപോയതല്ല. കാരണം ഇതിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് അലിയാൻ തുടങ്ങും. അത് കാരണം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ 2 സൈസിൽ ഐസ്ക്രീമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും മേടിക്കാം. സ്ട്രോബെറിയുടെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ക്രീമിൻ്റെ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മേടിക്കാം, അതിന് കുഴപ്പമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഐസ്ക്രീം ആയാലും കുഴപ്പമില്ല. എന്നാൽ ശരി, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇതിനകത്തോട് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ അല്ലാതെ ചെയ്താലും മതി. ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാം. ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം ഇതിനിട്ട് ഇട്ട് ഇച്ചിരി മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട് സലാഡിൻ്റെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു 2 സ്പൂൺ ഒഴിച്ചു. കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂണ് കസ്കസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്തേച്ചാൽ മതി. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തു. അത് ഞാൻ ശകലം പഞ്ചസാര, ഇതിന് മധുരം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാത്തിനകത്തും ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് വെച്ചു. ഒരു ശകലം പഞ്ചസാര പൊടിച്ച് ചേർത്ത് വെച്ചാൽ മതി. ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. പപ്പിത്ത, നല്ല മധുരമുള്ള പപ്പിത്ത, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം കുറച്ച് പഴം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് എങ്ങനെ വേണേലും ഉണ്ടാക്കാം, നിങ്ങളുടെ സ്റ്റൈലിൽ എങ്ങനെ വേണേലും ഇത് ഉണ്ടാക്കാം. അതിനുശേഷം ഒരു ശകലം ആപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ ആപ്പിൾ ഇട്ട് കൊടുത്തു. എല്ലാം ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. മാതളനാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചിട്ട് കൊടുത്ത് 1 സ്പൂണ്. അതിനുശേഷം വീണ്ടും നമുക്ക് നമ്മുടെ ഇച്ചിരി മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ശകലം 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് സേമിയ മേളുവശത്താണ് ഇട്ട് കൊടുത്തത്. സേമിയ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മുടെ ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കാം. ജാം ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കാജു ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്, നമുക്കിതിൻ്റെ മണ്ടയ്ക്കോട്ടെ കുറച്ച് ഐസ്ക്രീമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കളറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം നിങ്ങളുടെ ഇഷ്ടം, ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം. ഞാനിപ്പോൾ മോളി മാത്രമേ ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഫ്രൂട്ട്സിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാഞ്ഞത്. കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഇതിൻ്റെ മണ്ടയ്ക്ക് വിതറി കൊടുക്കാം. ശേഷം നമുക്ക് ഇച്ചിരി സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. റോസ് സിറപ്പ്. അതിൻ്റെ സൈഡിലായിട്ട് ശകലം ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ചോക്ലേറ്റ് ഒരു പീസായിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറി വെച്ച് കൊടുക്കാം. 1 2 അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മിൽക്കിൻ്റെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
അതിന് ഞാൻ ആദ്യമായിട്ട് നമുക്ക് ഈ സേമിയോ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. സേമിയോ 2 സ്പൂൺ ഞാൻ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് നമ്മുടെ കസ്കസ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കസ്കസ് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണോളം ഒഴിച്ചാൽ നിങ്ങളുടെ ഇഷ്ടം എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇച്ചിരി മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിൽക്ക് നമ്മൾ പാല് നല്ലതായിട്ട് വേവിച്ച് കുറുക്കി വെച്ചിരിക്കുന്ന മിൽക്കാണ്. ഇതാ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ടായിരുന്നു കേട്ടോ, മധുരം കുറച്ച് ഞാൻ ഇട്ടിട്ടാണ് ഇത് എടുത്തത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതെല്ലാം ഇച്ചിരി കാജു ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ബദാം ഇട്ട് കൊടുക്കാം. പിസ്ത ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇത് തന്നെ നമുക്ക് കസ്റ്റർഡ് മിൽക്ക് ഇല്ലേ നമ്മുടെ, അത് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി ഐസ്ക്രീം വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് മുകളിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് ഇച്ചിരി കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസ് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് നമ്മുടെ ഇച്ചിരി ജെല്ലിട്ട് കൊടുക്കാം. ജെല്ലി ഇതാണ് ഫ്രൂട്ട്സ്, ഇതാണ് മിക്സ് ഫ്രൂട്ടിൻ്റെ ജാമാണ് ഞാൻ മേടിച്ചത്. അത് 1 സ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഇച്ചിരി നമ്മുടെ കാജു ഫ്രൂട്ട്സും എല്ലാം ഇട്ട് കൊടുക്കാം. ഫ്രൂട്ടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇനി കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനിങ്ങനെ ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, കഴിഞ്ഞു. നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റിൻ്റെ ആണ്. നമുക്ക് താടി വശത്ത് ഇച്ചിരി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സേമിയ ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ചോക്ലേറ്റിൻ്റെ കണ്ടല്ലോ, സേമിയ ഇട്ട് കൊടുത്തു. സേമിയ ഇട്ടതിന് ശേഷം നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസ് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ചോക്ലേറ്റിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചതിന് ശേഷമാണ് ചോക്ലേറ്റ് ഇത് ഉണ്ടാക്കുന്നത് എങ്കിലും ഇതിൽ ഇച്ചിരി മിൽക്ക് ചേർക്കുന്നുണ്ട് ഞാൻ. അതിന് വേണ്ടി കുറച്ച് കപ്പലണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കപ്പലണ്ടി, അതിനുശേഷം പിസ്ത, കുറച്ച് ബദാം, അതിനുശേഷം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത്തിരി കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചോക്ലേറ്റിൻ്റെ ആണല്ലോ, അപ്പം നമ്മൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് സിറപ്പാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വീണ്ടും ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതിലൊക്കെ ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം. ഐസ്ക്രീമിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലൊക്കെ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിനകത്ത് ഒരു പാഷനട്ട് വെച്ച് കൊടുക്കാം. ഒരു ചെറി വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഐസ്ക്രീം പുറത്തെടുത്ത് വെക്കും, കുറച്ച് ലൂസാകും. അത് കുഴപ്പമില്ലാതെ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. കണ്ടല്ലോ, നമ്മുടെ ചോക്ലേറ്റ് ഫാലൂദ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ 3 ടൈപ്പിൽ ഫാലൂദ, അടിപൊളി ഫാലൂദ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഒരു ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് നമ്മൾ വൈകിട്ടൊന്നും കഴിക്കില്ല, അല്ല ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ലഞ്ച് കഴിക്കില്ല, അതുപോലെ വയറ് നിറയും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. അടിപൊളി ഫാലൂദയാണ്. താങ്ക് യു.